5 പേരിൽ നിന്ന് തുടങ്ങിയ ഒലീവിയ ഇവിടെ വരെ എത്തി. ഇതുപോലുള്ള പട്ടി ഷോ ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല, ആൾക്കാരെ ചിരിപ്പിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചിരിച്ചിട്ടില്ല. പണ്ട് മോഹൻലാൽ ശ്രീനിവാസൻ പടങ്ങൾ കണ്ടിട്ടാണ് ഇത്ര ചിരിച്ചിട്ടുള്ളത്, അതിനേക്കാളും ചിരിച്ചു. സത്യം മറച്ചു വെക്കാൻ ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കെതിരെ വന്ന എല്ലാ പ്രശ്നങ്ങളും, ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇടുന്നു, അതിൻ്റെ താഴെ പല രീതിയിലുള്ള കമൻസ് വരുന്നു. നിങ്ങൾ അവിടെ പ്രവർത്തിച്ചവർക്കെതിരെ, അവിടെ തൊഴിലാളികളായിട്ടുള്ളവർക്കെതിരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, അവർക്ക് കൊടുത്ത അടിയാണ് ഈ വീഡിയോ. നിങ്ങൾ ലക്ഷറി കാറിൽ വന്നിട്ട് നിങ്ങൾ ലക്ഷറി കാർ വാങ്ങണ്ടെന്നോ, നിങ്ങളെ ബിസിനസ് വലിയ രീതിയിൽ വളരണ്ടെന്നോ, നിങ്ങൾ അടച്ചുപൂട്ടണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല. ആ രീതിയിൽ ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബിസിനസ് ലേറ്റസ്റ്റ് വീഡിയോസിലൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. നിങ്ങൾ ഒരിക്കലും അടച്ചുപൂട്ടില്ല. ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നവർ ഒരിക്കലും അടച്ചുപൂട്ടില്ല. അത് നിങ്ങൾ ആരോപണങ്ങൾ വന്നപ്പോൾ, ആ വീഡിയോക്ക് താഴെ 100 കണക്കിന് ആരോപണങ്ങൾ വന്നപ്പോൾ അതൊക്കെ തടയിടാനായിട്ടാണ് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടത്, ഞാൻ അടച്ചുപൂട്ടാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും നിങ്ങൾ അതിനുള്ള ഒരു തക്കതായ മറുപടിയോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്ന ആരോപണങ്ങൾക്കെതിരെ നിങ്ങൾ ഇതുവരെ ഒരു കാര്യവും നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അല്ലാതെ ഇതുപോലുള്ള നിങ്ങൾ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ഇവരെടുത്തത്, അല്ലാതെ സമരം വിളിക്കാനല്ല. അവർ പാവങ്ങളായിരിക്കും, പക്ഷെ നിങ്ങളെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ സമരം വിളിക്കാനും, നിങ്ങളെ ലക്ഷറി കാറിൻ്റെ ബാക്കിൽ വെയിലത്ത് നടന്നിട്ട് സമരം വിളിക്കാനും ഇവിടെ പാർട്ടിക്കാർക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലേ ഇതൊക്കെ. എന്തായാലും ഒരു എക്സ്ട്രാ ഒരു 500 രൂപയെങ്കിലും കൊടുത്തേക്ക് അവർക്ക്, വെയിലത്ത് നടന്നതല്ലേ. ഹോം ടൂറൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നിങ്ങൾ ഹോം ടൂർ കാണാനോ അതിനൊന്നുമല്ല നമ്മൾ ആരും ഇതുവരെ നിങ്ങൾ ഹോം ടൂർ കാണാനൊന്നുമല്ല ആരും ഇതുവരെ പ്രതികരിച്ചു. നിങ്ങൾ നാട്ടിൽ നല്ല വീട് വെക്കുന്നതിനും ആർക്കും ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം തന്നെയാണ്, വളരണം തന്നെയാണ് എല്ലാവരും ആഗ്രഹം. അല്ലാതെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ, നിങ്ങൾ മാനസികമായിട്ട് പീഡിപ്പിച്ചത്, മതം നോക്കി ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്, പൈസ പിടിച്ചു വെക്കുന്നത്, ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ പഴയ വീഡിയോസിൽ നിങ്ങൾ വിളമ്പിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കളവാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അതിന് തക്കതായ രീതിയിൽ തെളിവുകളുമായിട്ട് വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഈ നാടകമൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 2 തോണിയിൽ കാലിട്ട് അങ്ങോട്ട് പോകാൻ കൂടുതൽ പറ്റില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്ത് തന്നെ നിങ്ങൾ ലക്ഷറി കാണിച്ചാലും, നമ്മുടെ ദൈവമാണ് ബോസ് എന്ന് പറഞ്ഞാലും, നിങ്ങൾ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും അനുഭവിച്ചത് പെൺകുട്ടികളാണ്. നിങ്ങളും ഒരു സ്ത്രീയാണ്. ആ പെൺകുട്ടികളെ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതിന് ന്യായീകരണവുമായി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുക, എന്നാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അത് പറയാത്തിടത്തോളം കാലം നിങ്ങൾ കുറ്റക്കാരി തന്നെയാണ്.